പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ തിരൂരിലുള്ള ഈ അരിക്കാഞ്ചിറ ഗോൾസ് യോഗ ഗ്രൗണ്ടിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് 3 വർഷമായി യോഗ പ്രാക്ടീസ് ചെയ്യണത്. നമ്മളിതിനകത്ത് യോഗ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ എക്സസൈസും കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ഒരു അനാറ്റമി വിധിപ്രകാരം, ആരോഗ്യശാസ്ത്ര വിധിപ്രകാരം ഏതൊരു എക്സസൈസും ആദ്യം ബോഡി വാമപ്പിലൂടെയാണ്. ലൈറ്റായിട്ട് വന്നിട്ട് പിന്നെ അതങ്ങോട്ട് വിസ്ഫോടനം ചെയ്യുക, ആളിക്കത്തുക. അങ്ങനെ ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും ആദ്യം ചെറുതായിട്ട് തുടങ്ങുക, എന്നിട്ട് അതിനെ സ്പീഡ് കൂട്ടുക. നമ്മൾ യോഗ എന്നൊരു പദത്തിൻ്റെ അർത്ഥം തന്നെ ഇതൊരു നമ്മുടെ സംസ്കൃത വേർഡാണ്. യൂജ് എന്നൊരു സംസ്കൃത വേർഡാണ്. യൂജ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ടു യുനൈറ്റ്, ഏകോപിപ്പിക്കുക. എന്താണ് ഇത് ഏകോപിപ്പിക്കുന്നത്? മനുഷ്യൻ്റെ മനസ്സും ശരീരവും കൂടി യോജിപ്പിക്കുകയാണ് യോഗ. റൺ അവർ ബോഡി വിത്ത് മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറയുന്നത്. മനസ്സും ശരീരവും ഒരേ രേഖയിൽ സഞ്ചരിക്കും. അത് ഈ യോഗക്ക് മാത്രം കിട്ടുന്ന പ്രത്യേകതയാണ്. മറ്റ് എല്ലാ ഫിസിക്കൽ എക്സസൈസുകളും ശാരീരികമായിട്ടുള്ള അയവ് കിട്ടും, ബോഡി പാർട്സിനൊക്കെ അയവ് കിട്ടും. പക്ഷേ നമ്മൾ കാണുന്ന, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സാധനമാണ് മനസ്സ്. ഈ മനസ്സുണ്ട് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അംഗീകരിക്കാം. ബട്ട് നോബഡി ക്യാൻ ഫൈൻഡ് ഇറ്റ്. ആർക്കും ഇത് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ യോഗയിലൂടെ നമുക്ക് ആ മനസ്സിനെയും ശരീരത്തെയും ഒരേ രേഖയിൽ സഞ്ചരിപ്പിക്കാൻ പറ്റും. അതുതന്നെയാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി നമുക്ക് സംഭാവന ചെയ്ത യോഗ പ്രത്യാശാസ്ത്രങ്ങളും യോഗ വ്യായാമ മുറികളും. നമ്മളിവിടെ ചെയ്യുന്നത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൻ്റെ സിലബസുകളാണ്. പ്രോപ്പർ സിലബസ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ വീണ്ടും ഒന്നും കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്ന് കരുതിയിട്ട് അയാൾക്ക് വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി വേണം. ഇതേപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ. എനിക്ക് യോഗനെ പറ്റിയിട്ട് കുറച്ച് ചിലതൊക്കെ അറിയാം, പക്ഷെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഗ്രൗണ്ടില്ല. നമ്മുടെ ബാവനോട് സംസാരിച്ചപ്പോൾ ബാവ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നമുക്ക് മറ്റുള്ളവരുടെ ആരോഗ്യം കൂടിയല്ലേ നമുക്ക് നോക്കേണ്ടത്. ആ ബാവാൻ്റെ വലിയൊരു മനസ്സ്, അത് കാരണം തന്നെയാണ് ഈ ഗ്രൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു യോഗ ഡിപ്ലോമയും കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ സ്മരിക്കുകയാണ്. ഞാനൊരു ഗൾഫിലെ ഒരു 10-18 വർഷം ഷാർജയിൽ എറ്റിയാദ് പാർക്കിൽ അവരുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എറ്റിയാദ് പാർക്കിലെ എല്ലാ ഗുരുക്കന്മാരെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഇനി എല്ലാവരും ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് 6 മണിക്കാണ്. 6 മണി മുതൽ 7 വരെ. ഇതിൽ യോഗയുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ഐ എക്സസൈസ്, അങ്ങനെ പല പല എക്സസൈസുകളും ഉണ്ട്. എല്ലാവരും സൗകര്യമുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. ഇത്തരം പറഞ്ഞു നിർത്തുന്നു.